ഞാൻ വഹാബി എന്നുള്ള സ്വപ്നം പോലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മുജാഹിദാകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അവന് ചേരുന്ന പേര് വഹാബി, അവന് ചേരുന്ന പേര് മുജാഹിദ് എന്നാണെങ്കിൽ പിന്നെ എന്തിന് ഞാൻ മുജാഹിദാകാതിരിക്കണം? അള്ളാഹുവിനെ പറ്റി പറയുന്ന, അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്ന, തൗഹീദ് പറയുന്ന ഒരു മനുഷ്യന് ചേരുന്ന പേര് സലഫി എന്നാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിന് ഞാൻ സലഫി ആകാതിരിക്കണം? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ പള്ളി ജോലിയൊക്കെ ഒഴിവാക്കി ഈ മൗലൂദും കുത്തുബിയത്തും റാത്തീബും, ഞാൻ അങ്ങനെ കുത്തുബിയത്തൊന്നും കഴിച്ചിട്ടില്ല. പള്ളിയിൽ വെച്ചിട്ടൊന്നും കുത്തുബിയത്തും മൗലൂദുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. കുത്തുബിയത്ത് തീരെ കഴിച്ചിട്ടില്ല. കുത്തുബിയത്ത് തീരെ ഒരു പള്ളിയിലും എന്റെ നേതൃത്വത്തിൽ ഞാൻ കുത്തുബിയത്ത് കഴിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്, അതൊരു അനുഗ്രഹമാണ്. അന്നേരം ആരെങ്കിലും കുത്തുബിയത്തിനൊക്കെ വന്നിരുന്നെങ്കിൽ കഴിക്കൂലാർന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് എനിക്കത് മനസ്സിന് ഇണങ്ങാത്തൊരു കാര്യമാണ്. എന്നൊക്കെയുള്ള ആ പദമൊന്നും എനിക്ക് ആ ഒരു ഇബാദത്ത്, അങ്ങനെ ഒരു ഇബാദത്ത്, അർത്ഥമറിയാത്ത ഒരു ഇബാദത്ത്, നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് പോലും അറിയൂല. എന്തല്ലോ എഴുതി വച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് സഹിച്ച് വായിച്ച് ഇയാൾ എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ഈ വീട്ടുകാരന്റെ എന്തെല്ലോ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഈ വീട്ടുകാരൻ അനുഭവിക്കുന്ന ദുരിതം മാറാനും. ശരിയാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലേ വീട്ടുകാരനും തോന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞാൽ എന്റെ ദുരിതം മാറാതിരിക്കൂല. സാധാരണ പദമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം മാറാൻ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, എത്ര പറഞ്ഞാലും വീണ്ടും തെറ്റിപ്പോകുന്ന ഈ പദങ്ങളൊക്കെ പറയുമ്പോ കേട്ടിരിക്കുന്ന ആർക്കും തോന്നും എന്റെ ദുരിതമൊക്കെ ഇതോടുകൂടി മാറും, എന്റെ ആഗ്രഹമൊക്കെ ഇതോടുകൂടി സഫലമാകും എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നിപ്പിക്കാനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ മുമ്പിൽ പറയുന്ന കുറെ ഗുണ പേരുകളൊക്കെ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പോ ഈ തൗഹീദ് പറഞ്ഞു, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു, അതോടുകൂടി സമൂഹം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ആദരിക്കുന്ന ആ സമൂഹത്തിലൂടെ അള്ളാഹു താല എനിക്ക് അന്നേ സലഫി വഹാബി പല മൗലവിമാരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും അള്ളാഹുവിനെ പറ്റിയിട്ടേ പറയൂ. അള്ളാഹു, നമ്മൾ എന്തിനാ ഈ നേർച്ചയും മൗലൂദും കണ്ട ജാറം കെട്ടിയുണ്ടാക്കിയതിനോടത്തൊക്കെ പോകുന്ന എന്തിനാ? നാടിന്റെ നാനാഭാഗത്തും ജാറങ്ങളുണ്ട്. നമ്മൾ തന്നെ പറയാറുണ്ട് മഹാത്മാക്കളുടെ ജാറങ്ങൾ. എന്തിനാ അങ്ങനെ പറയുന്നത്? എന്ത് മഹാത്മാവ്? നമ്മളാ തീരുമാനിക്കുന്ന മഹാത്മാവ് എന്ന്. കുറെ ജാരം കെട്ടിയുണ്ടാക്കിയെന്നല്ലാതെ എന്ത് മഹാത്മാവ്? മഹാത്മാവാണെങ്കിൽ അയാൾ ആയിക്കോട്ടോ, നമുക്കെന്ത് ഛേദം? ഇവിടെ അള്ളാന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഇന്നയാള് സ്വർഗത്തിലാണെന്നും സാലിഹാണെന്നും അള്ളാന്റെ റസൂൽ ആരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവർ 100% മഹാത്മാവാണ്, സാലിഹാണ്. അല്ലാത്ത ഏത് കൊലകൊമ്പനായാലും അവന് 2 സാധ്യതയുണ്ട്. ഏത് മുഹീദ്ദീൻ ഷെയ്ഖ് ആയാലും ശരി, ഏത് മമ്പുറത്ത് തങ്ങളായാലും ശരി, 2 സാധ്യതയിൽ നിന്ന് അദ്ദേഹം മുക്തനല്ല. ഒന്നുകിൽ അദ്ദേഹം നരകവാസി ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം സ്വർഗവാസി ആയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസിയാക്കുവാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു പരാതിയില്ല. പിന്നെ കുറെ മഹാത്മാക്കൾ എന്നൊന്നും പറയാനൊന്നുമില്ല. മഹാത്മാക്കളൊന്നും അല്ല. ബിസിനസ്, വ്യാപാരം, അല്ലെ ഖബർ വ്യവസായത്തിന് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ പേരുകൾ ഇട്ടുകൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത്രേ ഉള്ളൂ. മഹാത്മാക്കളൊന്നും നമ്മൾ പറയണ്ട. അപ്പോ ഈ മഹാത്മാക്കളുടെ അടുക്കലേക്ക് എന്തിനാ നമ്മൾ പോകുന്നത്? നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ? നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാ പോരെ? ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ജീവിച്ചാ പോരെ? അങ്ങനെയെങ്കിൽ മുജാഹിദുകൾ നമ്മളെ ആക്ഷേപിക്കൂലല്ലോ. മുജാഹിദ് ആകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ മതിയല്ലോ എന്നൊരു സന്ദേശം കൈമാറുമ്പോഴൊക്കെയും പണ്ഡിത വേഷധാരികൾ പോലും നിനക്കൊരു ചെറിയൊരു വഹാബി ചിന്തയുണ്ടല്ലോ, ഒരു വഹാബി ആശയത്തിന്റെ സ്വാധീനമുണ്ടല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. ശരിയാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്ന, ആ ആശയത്തിൽ ജീവിക്കുകയും അത് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനമെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് ഞാൻ എങ്ങനെ സലഫി ആയി എന്നുള്ളതിനെ കുറിച്ച് പോലും ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് സലഫികളെ പറ്റി മനസ്സിലാക്കിയപ്പോൾ എന്റെ മനസ്സിൽ ഇന്നത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പേരോട് മുജാഹിദ് ആകുന്നില്ല, എന്തുകൊണ്ട് മുസ്ലിയാക്കന്മാർ, എന്റെ ഗുരുനാഥന്മാർ എന്തുകൊണ്ട് സലഫികളാകുന്നില്ല എന്ന അത്ഭുതമാണ് എനിക്കുള്ളത്. അത്ഭുതം, വലിയ അത്ഭുതമാണ്. ഇവരെന്താ അനാവശ്യം പറയുന്നത്? അതൊന്ന് കാണിച്ചല്ലോ ഇവർ പറയുന്ന അനാവശ്യം. പല ആളുകളും സലഫികളെ പറ്റി ഒന്നാമത് തെറ്റിദ്ധരിക്കാനുള്ള കാരണം തലമുറിയും വാലൊക്കെ മുറിച്ചിട്ടുള്ള കുറെ ക്ലിപ്പിങ്ങൾ. ആകെ നമുക്ക് സലഫികൾ എന്ന് പറഞ്ഞാൽ ആകെയുള്ള പരിചയം അതാ. ഇവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാനോ, സലഫികളുടെ നേതാക്കന്മാർ ആരാണ്, ഇവരുടെ ഗ്രന്ഥങ്ങൾ എന്താണ് ഇവരുടെ ആശയം എന്നൊന്നും പരിശോധിക്കാനോ പഠിക്കാനോ ഉള്ള ഭാഗ്യം ലഭിക്കുന്നില്ല. ആകെ പണ്ഡിതന്മാർ കാണിക്കുന്ന വാലും തലയും മുറിച്ചിട്ടുള്ള കുറെ ക്ലിപ്പിങ്ങുകൾ. ആ ക്ലിപ്പിങ്ങുകളിലൂടെ തെറ്റിദ്ധരിച്ചു ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരും നിന്ദിക്കുന്നവരും മഹാത്മാക്കളെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരുമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു.
ഇവിടെ എത്തിയപ്പോൾ അള്ളാന്റെ റസൂലിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വിഭാഗം ലോകത്തില്ല എന്ന് അനുഭവിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം.